എല്ലാവരും നീറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കുമല്ലോ അല്ലേ? നല്ലത്, നടക്കട്ടെ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളെക്കുറിച്ചാണ്. ഫസ്റ്റ് വൺ, വോട്ടിംഗ് മാർക്ക് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു തടസ്സമാവുമോ എന്നുള്ളതാണ്. ഇല്ല, ഇത് ഓൾറെഡി വ്യക്തമാക്കി തന്നിട്ടുണ്ട് NTA. റീസെൻ്റായി വന്ന ഒരു അപ്ഡേഷനിൽ പറയുന്നു ദർ ഈസ് നോ ഇമ്പാക്റ്റ് ഓൺ എക്സാമിനേഷൻ എലിജിബിലിറ്റി ഫോർ വോട്ടേഴ്സ് ഇൻ ജനറൽ ഇലക്ഷൻ എന്നുള്ളത്. സോ ആരും തന്നെ ടെൻഷൻ അടിക്കാതെ പോയി കന്നി വോട്ട് ചെയ്തോളൂ. സെക്കൻഡ് പോയിന്റ്, സ്പെക്സ് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പവർ ഗ്ലാസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് എക്സാം ഹാളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്ലെയിൻ ഗ്ലാസ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ NTA നമുക്ക് തരുന്നില്ല. തേർഡ് പോയിന്റ്, ടീത്ത് ബ്രേസ് ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. തീർച്ചയായും ടീത്ത് ബ്രേസ് എക്സാം ഹാളിലേക്ക് NTA നമുക്ക് അലോ ചെയ്ത് തരുന്നുണ്ട്. അതിലൊരു ടെൻഷനും വേണ്ട. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മുഴുവൻ അലൗഡ് ആയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി NTA റെസ്ട്രിക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇലക്ട്രോണിക് ആൻഡ് മെറ്റൽ ഡിവൈസസ്, റിലീജിയസ് പരമായി നമ്മൾ ഉപയോഗിക്കുന്ന ചരട്, തകിട് മുതലായ സാധനങ്ങളൊന്നും തന്നെ NTA അലൗ ചെയ്യുന്നില്ല. ഇതിലെല്ലാം ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മെയിൻ പോയിന്റ് ഉണ്ട്. എന്താണെന്നല്ലേ? നമ്മുടെ ഡ്രസ് കോഡ്. അത് NTA സ്ട്രിക്റ്റ് ആയി തന്നെ പറയുന്നുണ്ട്. ഏറ്റവും സിമ്പിൾ വേയിലായിരിക്കണം എന്നുള്ളത്. അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ വേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണുക. അപ്പോൾ നീറ്റ് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയുന്നതിനും NTAയുടെ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനുമായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, വിസിറ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിലുകൾക്കായി കാംബ്രിയ അഡ്മിഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.